നമസ്കാരം. ഇറാനെതിരായ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം ഇപ്പോൾ പുതിയ ഒരു തലത്തിലേക്ക് മാറുകയാണ്. അവർ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇറാനിലെ പ്രധാന സൈനിക തലവന്മാരെ വധിക്കുക എന്നുള്ളതാണ്. അയത്തുള്ള അലി ഖമേനിയെ വധിച്ചപ്പോൾ തന്നെ അയാൾക്കൊപ്പം നിരവധി സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോഴും അവശേഷിക്കുന്ന മറ്റു ചിലരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇസ്രായേലും അമേരിക്കയും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിരൂക്ഷമായ ആക്രമണം ടെഹ്റാനിലും പരിസരങ്ങളിലും നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അലി ലാരിജാനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാൻ്റെ ദേശീയ സുരക്ഷാ മേധാവി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇയാൾ എത്രത്തോളം ശക്തനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അലി ലാരിജാനിക്കൊപ്പം തന്നെ ഇറാനിലെ മറ്റ് ചില സൈനിക മേധാവികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ അർദ്ധസൈനിക വിഭാഗമായ ബാസിജിൻ്റെ കമാൻഡർ ഗുലാം റൈസ സുലൈമാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ബാസിജ് എന്ന അർദ്ധ സൈനിക വിഭാഗം ആണ് ഇറാനിൽ ഈയിടെ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടിരുന്നത്. ഇവരുടെ ആസ്ഥാനമൊക്കെ തന്നെ നേരത്തെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലിക ടെൻറ്റുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ ടെൻറ്റിന് നടത്തിയ ആക്രമണത്തിലാണ് ഇവരെല്ലാവരും കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെട്ടത്. അലി ലാരിജാനിയെക്കുറിച്ച് പറയുമ്പോൾ, അയാളുടെ വധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഒരുപക്ഷെ ഇറാനിൽ അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് ശേഷം നടന്ന ഏറ്റവും നിർണായകമായൊരു വധമാണ് ഇയാളുടേത്. കാരണം അത്രത്തോളം ശക്തനായിരുന്നു അലി ലാരിജാനി. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തഫ ഖമേനിയെ പിൻഗാമിയാക്കി പ്രഖ്യാപിച്ചുവെങ്കിലും അയാളും ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ ഇപ്പോൾ റഷ്യയിൽ ചികിത്സയിലാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പിന്നെ ആരാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരമായിരുന്നു അലി ലാരിജാനി. ഇയാൾ വളരെ ശക്തനായ ഒരു സൈനിക മേധാവി കൂടിയാണ്. അലി ലാരിജാനി തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലുമായി നടക്കുന്ന യുദ്ധത്തിലെ കാര്യങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നത് ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഇയാളെ വധിക്കാൻ തീരുമാനിച്ചത്. അലി ലാരിജാനിയെ വധിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇറാൻ്റെ സൈനിക വിഭാഗങ്ങളെ ശരിക്കും പറഞ്ഞാൽ വിഭജിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പരസ്പര ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാനും കൃത്യമായ ഒരു ഏകോപനമില്ലാതെ ഇറാൻ സൈന്യം അലഞ്ഞു തിരിയാനും ഇടയാക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇസ്രായേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ അലി ലാരിജാനിയെ ലക്ഷ്യമിട്ടിരുന്നത്. ഇവർക്ക് നേരത്തെ ഒരു വധശ്രമം നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാനാകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല. സാധാരണഗതിയിൽ ഇറാൻ അവരുടെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുള്ളയും ഹമാസും ഒന്നും തന്നെ അവരുടെ നേതാക്കളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് ഉടനെ പരസ്യപ്പെടുത്തുന്ന പതിവ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ലാരിജാനി കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇറാൻ്റെ തലപ്പത്ത് ഇനി ആരാണ് അവിടെ കാര്യങ്ങൾ നോക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇറാനിലെ പ്രസിഡന്റ് പെഷസ്കിയാനൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള അധികാരവുമില്ല. രാജ്യത്തെ പരമോന്നത നേതാവിനാണ് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മുസ്തഫ ഖമേനി ആകട്ടെ റഷ്യയിൽ ചികിത്സയിലുമാണ്. അദ്ദേഹം കോമസ്റ്റേജിലാണ്, അബോധാവസ്ഥയിലാണ്. തന്നെ ഈ പദവി ഏൽപ്പിച്ചതോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതൊന്നും തന്നെ ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ കൃത്യമായ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു വധമാണ് അലി ലാരിജാനിയുടെയും ഈ മറ്റ് സൈനിക മേധാവികളുടേതും എന്ന് തന്നെ വേണം കണക്കാക്കാൻ. ഇന്നലെ രാത്രിയിൽ നടന്ന ആക്രമണങ്ങളിൽ തങ്ങളുടെ ശത്രുപക്ഷത്തെ നിരവധി സൈനിക മേധാവികളെ വധിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇസ്രായേലും അവകാശപ്പെടുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധത്തിൽ നേടിയ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ഇത് മാറുകയാണ്. ആദ്യം പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ കൊന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ മേധാവിയെ വധിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആദ്യം അയത്തുള്ള അലി ഖമേനി എന്ന രാജ്യത്തെ പരമോന്നത നേതാവിനെ തന്നെ വധിച്ചുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ അലി ലാരിജാനി കൂടി കൊല്ലപ്പെട്ടതോടെ അവരുടെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള രണ്ടാമത്തെ വ്യക്തിയും കൊല്ലപ്പെടുകയാണ്. ഈ അലി ലാരിജാനി വളരെ കാലം ഖമേനിയുടെ അതിവിശ്വസ്തനായ ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ചു കാലം അകന്നു പോയിരുന്നു. വീണ്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇയാൾ അലി ഖമേനിയുടെ വളരെ അടുത്ത അനുയായിയെ മാറുകയും അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്ന അവസാന നാളുകളിൽ അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ ഉപദേശം തേടുന്ന വ്യക്തി കൂടിയായിരുന്നു അലി ലാരിജാനി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ലാരിജാനിക്ക് ഈ ഒരു പുതിയ പദവി ലഭിച്ചത്. അതിനുമുമ്പ് അദ്ദേഹം സൈന്യത്തിലും മറ്റും സുപ്രധാന പദവികൾ പലതും വഹിച്ചിട്ടുണ്ട്. എങ്കിലും ഇറാൻ്റെ ദേശീയ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ മേധാവി എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഉയർന്നത് ഒറ്റയടിക്കല്ല, ഒരുപാട് കടമ്പകൾ കടന്നു തന്നെയാണ് അയാൾ ഈ പദവിയിലൊക്കെ തന്നെ എത്തിയത്. പക്ഷേ ഇസ്രായേലിനെതിരെ തന്ത്രങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും ഇയാൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നിരുന്നത് എന്നും
ഇസ്രായേലിലേക്ക് നടന്ന പല ആക്രമണങ്ങളുടെയും മുഖ്യ സൂത്രധാരൻ, ഒരുപക്ഷെ ഹമാസ് ആക്രമണത്തിൻ്റെ പോലും സൂത്രധാരൻ ഇയാളായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് നേരത്തെ ഇസ്രായേൽ കണക്കാക്കിയിരുന്നത്. ഏതായാലും തങ്ങളുടെ ഒരു ബദ്ധശത്രുവിനെ കൂടി കൊന്നു എന്നുള്ള ആ ഒരു അഭിമാനത്തിനോട് കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ മാധ്യമപ്രവർത്തകരെ ഈ ഒരു വിവരം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും യുദ്ധം ആരംഭിച്ച് 3 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാനിലെ പ്രധാനപ്പെട്ട വലിയൊരു നിര നേതാക്കന്മാരെ തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ കീഴടങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അലി ലാരിജാനി കൂടി കൊല്ലപ്പെട്ടതോടെ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും ആരുമില്ലാത്ത അവസ്ഥയിൽ ഇറാനിലെ സൈന്യത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ സുപ്രധാന പദവികൾ വഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇനി അങ്ങോട്ട് മാർഗനിർദ്ദേശം നൽകാൻ ആളില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്.